ഈ കേരളം ഭരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് SIയുടെ മുന്നിലേക്ക്, SI എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാ കോൺസ്റ്റബിൾ SI ആയത് ഓൽക്കൊക്കെ ഒരു പൊതുപ്രവർത്തകരെ കാണുമ്പോൾ ഒരു പരിചയം. നമ്മളെ ഈ ഡയറക്റ്റ് SIമാരുണ്ടല്ലോ, ഡയറക്റ്റ് SIമാരുടെ അടുത്തേക്ക് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ ചെന്നാൽ പുറംകാലം കൊണ്ട് അടിക്കും. ആ സ്ഥിതിയിലേക്ക് നമ്മുടെ ആഭ്യന്തര രംഗം മാറിയിരിക്കുന്നു. അഴിമതിയും കൂത്തരങ്ങും ഒരു ഭാഗത്ത് സംഘീവൽക്കരണം, അങ്ങനെ നിർജീവാവസ്ഥയിൽ നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഒരാക്ഷേപം ഈ നാട്ടിലെ പാർട്ടിക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥിതി മാറി വരികയാണ്. നമ്മളെ കാലിൻ്റെ ചോട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ, ബംഗാളിൽ ഒരു കാലത്ത് CPMന് 32 MPമാരുണ്ടായിരുന്നു, 220ഓളം MLAമാരുണ്ടായിരുന്നു ബംഗാളിൽ. ആ 32 MPമാരും 220 MLAമാരും ഒരിക്കലും പാർട്ടി വിട്ടുപോയിട്ടില്ല. പക്ഷേ 5% വോട്ട് അവിടെ നിന്ന് പാർട്ടിക്ക് ലഭിക്കുന്നില്ല. ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. തൻ്റെ വീട്ടിൽ അരി വാങ്ങുന്ന പ്രശ്നം മാറ്റിവെച്ച് ഓരോ ദിവസവും പാർട്ടി തീരുമാനിക്കുന്ന പിക്കറ്റിങ്ങിനും അതോടൊപ്പം തന്നെയുള്ള ജാഥയ്ക്കും പ്രചരണത്തിനും പോകുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ, ആ വികാരമാണ് സഖാവ് PV അൻവർ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അതിനെതിരെ അദ്ദേഹത്തെ കൊള്ളക്കാരനാക്കാനുള്ള ശ്രമമാണ് നടന്നത്. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി ഗവർണറുടെ പരാതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടത്. ഗവർണറുടെ പരാതി എന്തായിരിക്കും? ഗവർണറുടെ പരാതി കേന്ദ്രം അന്വേഷിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഒരാളും കൂടിയാണ്. പേടിപ്പെടുത്താൻ വേണ്ടി വലിയ സംവിധാനങ്ങളുണ്ടല്ലോ കേന്ദ്രത്തിൽ. കൊണ്ടുപോയി ജയിലിലിട്ട് കഴിഞ്ഞാൽ 8 മാസത്തിന് ജാമ്യം തന്നെ കിട്ടാത്ത തരത്തിലുള്ള, അങ്ങനെ പേടിപ്പിക്കുക. ആ തരത്തിലേക്ക് തരംതാണ്. വളരെ ലഘുവായി തീർക്കാവുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര ഊതി വീർപ്പിച്ചതിന് നമ്മുടെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഉത്തരവാദി. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. ഇവിടെ സാധാരണക്കാരായ പാർട്ടിക്ക് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം. അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്കറിയാം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഖാവ് PV അൻവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി വന്ന 10,000 കണക്കിന് ആളുകൾ, ആ ആളുകളെ മുഴുവൻ അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ പുറത്തു നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഈ സഖാക്കളെയും നാട്ടുകാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അല്ല, അതും ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്കറിയാലോ, ഒരു കുലംകുത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുമ്പോൾ ആ ആഞ്ഞടിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം മാത്രമായിരിക്കില്ല, എല്ലാവരും വിടും. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞതേ ഞങ്ങൾ സഖാക്കൾ മാത്രമൊന്നുമല്ല, കോൺഗ്രസിലും ലീഗിലും പ്രവർത്തിക്കുന്ന ആളുകളും സഖാവ് PV അൻവറിന്റെ ഒപ്പം നിൽക്കാനുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ രംഗത്തെ പ്രവർത്തകർ, പോലീസ് സംവിധാനം, വളണ്ടിയേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പുക്ക നിങ്ങളോട് സംസാരിക്കുക.